السلام عليكم ورحمة الله. أهلا بكم مشاهدينا الكرام، ومرحبا بكم إلى قناة العربية. മോഡേൺ അറബിക് പോയട്രിയിലെ വിശ്രുതനായിട്ടുള്ള ഈജിപ്ഷ്യൻ എഴുത്തുകാരൻ മുസ്തഫ ലുത്ഫി അൽ മംഫലുദ്ദിയുടെ വളരെ പ്രസിദ്ധവും ശ്രദ്ധേയവുമായിട്ടുള്ള വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അദ്ദഫീൻ അസ്സഗീർ. അദ്ദഫീൻ അസ്സഗീർ എന്ന ഈ ഷോർട്ട് സ്റ്റോറിയുടെ ഒരു വായനയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇവിടെ നിർവഹിക്കുന്നത്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കഥയിലൂടെ വളരെ ആസ്വാദ്യകരമായ രീതിയിൽ സഞ്ചരിക്കാനും നമ്മുടെ പഠനങ്ങൾക്കും പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്രദമായ രൂപത്തിൽ ഈ സ്റ്റോറി മനസ്സിലാക്കാൻ സാധിക്കുമെന്നും പ്രത്യാശിക്കുന്നു. അദ്ദഫീൻ സഗീർ എന്ന് പറഞ്ഞാല് മറവ് ചെയ്യപ്പെട്ട ഒരു പൈതൽ എന്ന് വേണമെങ്കിൽ നമുക്കതിന് അർത്ഥം പറയാം. ദഫീൻ എന്ന് പറഞ്ഞാൽ മറവ് ചെയ്യപ്പെടുക, അടക്കം ചെയ്യപ്പെട്ട ഒരു പൈതൽ. സഗീർ, സഗീർ എന്ന് പറഞ്ഞാൽ ചെറു. ഓക്കെ, നമുക്കൊന്ന് വായിച്ച് അതിന്റെ മീനിങ്ങുകളൂടി പറഞ്ഞിട്ട് അങ്ങനെ വായിച്ചു പോകാം. അലാൻ നഫൽതു യദയ്യ മിൻ തുറാബി ഖബ്രിക യാ ബുനയ്യ وعدت إلى منزلي كما يعود القائد المنكسر من ساحة الحرب. لا أملك إلا دمعة لا أستطيع إرسالها وزفرة لا أستطيع تسعيدها. الآن نفلت يدي من تراب قبرك. നിന്റെ കബറിടത്തിലെ മണ്ണ് ഇപ്പോഴാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തട്ടി കുടഞ്ഞ് കളഞ്ഞത്. നഫൽത്തു യദയ്യ മിൻ തുറാബ് എന്ന് പറഞ്ഞാൽ അത് കയ്യിൽ നിന്ന് മണ്ണൊക്കെ തട്ടി തെറിപ്പിച്ച് കളഞ്ഞു. ഉഅ്തു ഇലാ മൻസിലി, എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. കമാ യഊദുൽ ഖായിദുൽ മുൻകിസിർ മിൻ സാഹത്തിൽ ഹർബ്, ഒരു യുദ്ധഭൂമിയിൽ നിന്ന് പരാജിതനായിട്ടുള്ളൊരു സൈന്യാധിപൻ തിരിച്ചു പോകുന്നത് പോലെ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കും. ലാ അംലികു ഇല്ലാ ദംഅതൻ ലാ അസ്തതിഉ ഇർസാലഹ, എനിക്ക് എൻ്റെ കയ്യിൽ ആകെയുള്ളത് എനിക്ക് ഒന്ന് പൊഴിച്ചു കളയാൻ പോലും കഴിയാത്ത കണ്ണുനീര് മാത്രമാണ്. ലാ അംലിക്കു, എന്റെ കയ്യിലില്ല, ഇല്ലാ ദംഅതൻ, കണ്ണുനീരല്ലാതെ. പക്ഷെ ലാ അസ്തതിഉ ഇർസാലഹ വസഫ്രതൻ ലാ അസ്തതിഉ തസ്ഈദഹ, അതുപോലെ തന്നെ ഒരു നെടുവീർപ്പ് മാത്രമാണ്. പക്ഷെ ആ നെടുവീർപ്പ് പോലും ഒന്ന് ആശ്വാസത്തില് പുറത്തുവിടാൻ പോലും പറ്റാത്ത, തസ്ഈദ് എന്ന് പറഞ്ഞാൽ ആ നെടുവീർപ്പ് ഇങ്ങനെ പിന്നെ വലിച്ചെടുക്കാൻ പറ്റാത്ത. ذلك لأن الله الذي كتب لي في لوح مقاديره هذا الشقاء في أمرك. കാരണം لأن الله الذي كتب لي, കാരണം അള്ളാഹു في لوح مقاديره, അവന്റെ വിധികളുടെ പലകയില് എഴുതി വെച്ചിട്ടുള്ള അള്ളാഹു هذا الشقاء في أمرك, എന്റെ കാര്യത്തില് അള്ളാഹുവാണ് എനിക്ക് ഈ ഒരു ദുരിതം എഴുതി വെച്ചിട്ടുള്ളത്. അള്ളാഹു ഫറസഖനി ബിക ഖബ്ല അൻ അസ്അലഹു ഇയ്യാക്, ഞാൻ അവനോട് ചോദിക്കുന്നതിന് മുമ്പേ അവൻ എനിക്ക് നിന്നെ തന്നിട്ടുണ്ടായിരുന്നു. സുമ്മസ്തലബക മിന്നി ഖബ്ല അൻ അസ്തഅഫിയ മിൻക, പിന്നെ അവൻ എന്നിൽ നിന്നും നിന്നെ ഊരിക്കൊണ്ടുപോയി. സ്ഥലബക, നിന്നെ കവർന്നെടുത്തു കൊണ്ടുപോയി. ഖബ്ല അൻ അസ്തഅഫിയഹു മിൻക, നിന്നിൽ നിന്ന് അവനോട് ഒരു ആഫിയത്ത്, പൂർണ്ണമായിട്ടുള്ള ഒരു ആശ്വാസം ചോദിക്കുന്നതിന് മുമ്പേ അവൻ നിന്നെ കവർന്നു കൊണ്ടുപോയി. ഖദ് അറാദ അൻ യുതമ്മിമ ഖദാഅഹു ഫിയ്യ വഅൻ യുജർരി അനിൽ കഅസ ഹത്താ സുമാലത. ഖദ് അറാദ യുതമ്മിമ ഖദാഅഹു, അല്ലാഹു അവന്റെ വിധി എന്നിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. വഅൻ യുജർരി അനിൽ കഅസ ഹത്താ സുമാലതിഹ, ആ വിധിയുടെ ചഷകം, അതിന്റെ പാത്രം, അത് ഓരോ ഇറക്കിറക്കായിട്ട് അതിന്റെ മുഴുവനായിട്ടും എന്നെ കുടിപ്പിക്കാനും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. ജറ എന്ന് പറഞ്ഞാല് നമ്മള് വെള്ളം ഇങ്ങനെ അല്പാൽപ്പായിട്ട് കുടിച്ചിറക്കുന്നതിനാണ്. ഹറ്റാ സുമാലത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റ് ദി എൻഡ്, അല്ലെങ്കിൽ അതിന്റെ ടു ദി ബോട്ടം, അതിന്റെ താഴെ അറ്റം വരെ. അങ്ങനെ ഒരു പൊഴിക്കാനുള്ള ഒരു കണ്ണുനീര് പോലും അവൻ എന്നിൽ നിന്ന് നിഷേധിച്ചു, എനിക്ക് വിലക്കി.
ഔ സഫ്രത്തൻ ഉസ്സഇദുഹ, അല്ലെങ്കിൽ പുറത്തുവിടുന്ന ഒരു നെടുവീർപ്പ് പോലും. ഹത്താ ലാ അജിദ ഫീ ഹാദിഹി വലാ തിൽക മാ അതഫറജു ബിഹി മിമ്മാ അന ഫീഹി. ഇത് എത്രത്തോളം എന്ന് വെച്ചാൽ ലാ അജിദു ഫീ ഹാദിഹി വലാ തിൽക, ഇതിലും അതുപോലെ തന്നെ മുമ്പ് മറ്റു കാര്യങ്ങൾ, മറ്റു ദുരിതങ്ങളിൽ ഒന്നും തന്നെ എനിക്ക് ലഭിച്ചിട്ടില്ല, എനിക്ക് ലഭ്യമാകുന്നില്ല. മാ അതഫറജു ബിഹി മിമ്മാ അന ഫീഹി, ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതത്തിൽ നിന്നൊരു ആശ്വാസം, അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്ന കാര്യമൊന്നും എനിക്ക് ലഭിക്കുന്നില്ല. എന്തായാലും ഫലഹുൽ ഹംദു റാളിയൻ വഗാലിബ വലഹു സനാഉ മുൻഇമൻ വസാലിബ വലഹു മിന്നി മാ യശാഉ മിനർ റിളാ ബിഖളാഇഹി വസ്സബ്ർ അലാ ബലാഇഹി ഫലഹുൽ ഹംദു റാളിയൻ വഗാലിബൻ. ഞാൻ സംതൃപ്തനായിക്കൊണ്ടും അതുപോലെ തന്നെ വളരെ ദേഷ്യത്തോടു കൂടെയും ഞാൻ അവന് ഹംദ്, സ്തുതി അർപ്പിക്കുകയാണ്. വലഹു സനാഉ മുൻഇമൻ വസാലിബ, അവൻ അവനക്കാണ് എല്ലാവിധ പ്രകീർത്തനങ്ങളും. അവൻ അള്ളാഹുവാണ് മുൻഇമായിട്ടും സാലിബായിട്ടും നിൽക്കുന്നത്, എന്ന് പറഞ്ഞാൽ അനുഗ്രഹദാതാവായിട്ടുള്ളതും ആ അനുഗ്രഹങ്ങളെ കവർന്നെടുക്കുന്നതും അവൻ തന്നെ. വലഹുമിന്നീ മാ യശാഉ മിൻ റിളാ ബിഖളാഇഹി, അവനക്ക് വലഹുമിന്നീ മാ യശാ, അവനക്ക് മ- അവന്റെ വിധിയിൽ അവൻ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ അവനക്ക് എന്നിൽ ചെയ്യാവുന്നതാണ്. സബർ അല ബലാഇഹി, ആ കാര്യങ്ങളിലൊക്കെ, അവന്റെ ദുരിതങ്ങൾ, അവൻ എനിക്ക് നൽകുന്ന ആ ദുരിതങ്ങളിലൊക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷമിക്കുന്നുമുണ്ട്. റഅയ്തുക യാ ബുനയ്യ ഫി ഫിറാശിക അലീലൻ ഫജസിഅത്. റഅയ്തുക യാ ബുനയ്യ, നിന്നെ ഞാൻ കണ്ടു, പൊന്നുമോനെ, നിന്നെ ഞാൻ കണ്ടു. ഫി ഫിറാശിക അലീലൻ ഫജസിഅത്, നിന്റെ വിരിപ്പില്, നിന്റെ ബെഡിൽ രോഗിയായി കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഫജസിഅത്, അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചു പോയി, ബേജാറായി പോയി. സുമ്മ ഖിഫ്തു അലൈക്കൽ മൗത ഫഫസിഅത്, പിന്നെ ഞാൻ നീ മരിച്ചു പോകുമെന്ന് പേടിച്ചു, ആകെ പേടിച്ചു പോയി, ബേജാറായി പോയി. وكأنما كان يخيل إلي أن الموت والحياة شأن من شؤون الناس. ഏത് ഇതുപോലെ كأنما كان يخيل إلي, എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, أن الموت والحياة شأن من شؤون الناس, ഇതൊക്കെ ജീവിതവും മരണമൊക്കെ മനുഷ്യന്മാരുടെ കാര്യങ്ങളിൽ പെട്ടതാണെന്ന്. وعمل من الأعمال التي تملكها أيديهم, അതുപോലെ തന്നെ അവരുടെ ആ ജനങ്ങളുടെ കാര്യങ്ങളിൽ അവർക്ക് സ്വാധീനമുള്ള, അല്ലെങ്കിൽ അവരുടെ കൈകളിലുള്ള ചില പ്രവർത്തനങ്ങളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ജനങ്ങൾ വിചാരിക്കുമ്പോൾ മരിക്കും, വിചാരിക്കുമ്പോൾ ജീവിക്കുന്നൊക്കെയാണ് വിചാരിച്ചത്. ഫസ്തശർതു തബീബ് ഫി അംരിക്, അതിന്റെ വിഷയത്തിൽ ഞാൻ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തു. ഫഖതബ ലി ദവാ വഅദനി ബിശ്ശിഫാ, ഡോക്ടർ എനിക്ക് മരുന്ന് കുറിച്ചു തരികയും ആ രോഗത്തിന് ശമനം ഉണ്ടാകുമെന്ന് പ്രോമിസ് ചെയ്യുകയും ചെയ്തു. ഫജലസ്തു ബിജാനിബിക് അസുബ്ബു ഫീ ഫമിക് ദാലിക السائل الأصفر قطرة قطرة قطرة. അങ്ങനെ ഫജലസ്തു ബിജാനിബിക അസുബ്ബു ഫീ ഫമിക്, അങ്ങനെ ഞാൻ നിന്റെ അടുത്തിരുന്ന് നിന്റെ വായിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊണ്ടിരുന്നു. ذلك السائل الأصفر, ആ മഞ്ഞ നിറമുള്ള ദ്രാവകം. ഖത്രത്തൻ ഖത്രത്തൻ, ഓരോ ഇറ്റായിട്ട്. പക്ഷെ വൽ ഖദർ യന്തസിഉ മിൻ ബൈനി ജംബൈക, അതേ സമയത്ത് നിന്റെ ഹൃദയത്തിൽ നിന്നും ആ, വിധി പറിച്ച് ഊരിക്കൊണ്ടിരിക്കുകയാണ്. അൽ ഹയാത്ത, ജീവിതത്തെ, ജീവനെ. കിതാഅത്തുൻ കിതാഅത്തുൻ, ഓരോ കഷ്ണമായിട്ട് ഓരോ കഷ്ണമായിട്ട് എന്നിൽ നിന്ന് പറിച്ചൂരി എടുത്തുകൊണ്ടിരിക്കുകയാണ് വിധി. ഹത്താ നളർതു ഫഇദാ അൻത ഫീ യദി ജുസ്സതൻ ബാരിദ, അങ്ങനെ ഞാനൊന്ന് നോക്കുമ്പോഴേക്ക് നീ എന്റെ കയ്യിൽ ഒരു തണുത്ത മൃതശരീരമായി തീർന്നിരിക്കുന്നു. ലാ ഹറാക ബിഹാ, ഒരു ചലനവുമില്ലാത്ത. വഇദാ ഖാറൂറത്തു ദവാഇ ലാ തസാലു ഫീ യദി, അപ്പോഴും ആ മരുന്നിന്റെ കുപ്പി എന്റെ കയ്യിലുണ്ട്. ഫഅലിംതു അന്നീ ഖദ് സകിൽതുക, ഞാൻ മനസ്സിലാക്കി നീ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. സകിലത്ത് എന്ന് പറഞ്ഞാല് പുത്രൻ മരിച്ചു പോകുന്ന ആ ഒരു അവസ്ഥക്കാണ് സകിലത്ത്. വഅന്നൽ അംറ അംറുൽ ഖദാഇ ലാ അംറ ദവാ, കാര്യം അത് വിധിയുടെ കാര്യമാണ്, അല്ലാതെ മരുന്നിന്റെ കാര്യമല്ല. വഅന്നൽ അംറ അംറുൽ ഖദാഇ ലാ അംറ ദവാ. സഅനാമു യാ ബുനയ്യ ബഅദ ഖലീലിൻ അലാ ഫിറാശിൻ മിസ്ല ഫിറാശിക്, മോനെ, ഞാൻ കുറച്ചു കഴിഞ്ഞാൽ ഉറങ്ങും. അല ഫിറാഷിൻ മിസ്ല ഫിറാഷിക്, നിന്റെ മെത്ത പോലെ, നിന്റെ വിരിപ്പ് പോലെ ഒരു വിരിപ്പിൽ തന്നെ ഞാനും കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങും. സയുആലിജു മിന്നൽ മിഖ്ദാറു മാ ആലജ മിൻക, അങ്ങനെ നിന്നിൽ നിന്നിൽ എത്രത്തോളം ആ രോഗവും ദുരിതവും ഒക്കെ നിന്നെ കൈകാര്യം ചെയ്തോ, അതുപോലെ കുറച്ച് കഴിയുമ്പോൾ എന്നെയും അതുപോലെ കൈകാര്യം ചെയ്യും ആ ഒരു വിധിയും, ആ ഒരളവിൽ. وأحسب أن آخر ما سيبق في ذاكرتي في تلك الساعة من شؤون الحياة وأطوارها وخطوبها وأحداثها هو
الندم العليم الذي لا أزال أكابد ألمه على تلك الجرع المريرة التي كنت أجرعك إياها بيدي وأحسب أن آخر ما سيبقى في ذاكرتي. ഞാൻ വിചാരിക്കുന്നത് എന്നെ ആഹ്റമ സൈബക ഫി ദാക്കിറതി, എന്റെ ഓർമ്മയിൽ അവശേഷിക്കുന്ന അവസാനത്തെ കാര്യം എന്ന് ആവുക ഫിത്തിൽക സഅതി, ആ ഒരു സമയത്ത് അവസാനമായിട്ട് എന്റെ, അതായത് എന്റെ മരണ സമയത്ത് പോലും ഞാൻ അവസാനമായിട്ട് ഓർക്കുന്നത് മിൻ ശുഊനിൽ ഹയാത്ത് വഅത്വാരിഹ വഖുതൂബിഹ വഅഹ്ദാസിഹ, ജീവിതത്തിന്റെ പല കാര്യങ്ങളിലെ, പല ഘട്ടങ്ങളിലെ, പല പിന്നെ പല വിഷമ സന്ധികളിലും പല സംഭവ വികാസങ്ങളിലും ഒക്കെ കടന്നുപോയിട്ടുള്ള ഓർമ്മകളിൽ നിന്ന് ഞാൻ അവസാനമായിട്ട് ഓർത്തെടുക്കുക വന്നദമുൽ അലീമുൽ ലദീ ലാ അസാലു ഉകാബിദു അലമഹു, ഞാൻ ഇപ്പോഴും ആ വേദനയോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ ഖേദമാണ്, വലിയൊരു സങ്കടമാണ്. അലാ തിൽക്കൽ ജുറഇൽ മിർരിർ അല്ലതി കുന്തു ഉജർഉക ഇയ്യാഹ ബിയദി, ആ സമയത്ത് നിനക്ക് എന്റെ കൈകൊണ്ട് നിനക്ക് ഞാനിങ്ങനെ നിന്റെ വായിലേക്ക് ഇറ്റിച്ചു തന്നിരുന്ന ഇറക്ക് ഓരോ തുള്ളികളായിട്ട് കയ്പേറിയിട്ടുള്ള ആ വെള്ളത്തിന്റെ ഇറക്കുകൾ, അല്ലെങ്കിൽ ആ മരുന്നിന്റെ ഇറക്ക്, ആ അതിന്റെ പേരിൽ, അതായത് നിന്റെ മരണ അഭിപ്രായത്തിൽ ഞാൻ എനിക്ക് നിന്റെ വായിലേക്ക് മരുന്ന് ഇങ്ങനെ എത്തിച്ചു തന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അതിന്റെ പേരിലുള്ള ഒരു സങ്കടമായിരിക്കും എനിക്ക് ഉണ്ടാവുക. وأنت تجود بنفسك فأربدت وجهك وأنت تجود بنفسك فأربدت وجهك, നീ നിന്റെ നഫ്സിനെ, നിന്റെ മനസ്സുകൊണ്ട് വളരെ എന്താ പറയാ, മനസ്സിനെ ഓശാരമായിട്ട്, അല്ലെങ്കിൽ അതിനെ ജനറസ് ആയിട്ട്, ഉദാരമായിട്ട് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയും ഫേർബദ്ദു വജ്ഹക്, സമയത്ത് നിന്റെ മുഖമാകെ വിളറിപ്പോവുകയും ചെയ്യുന്ന, ഇലായി പോവുകയും ചെയ്യുന്ന ഒരു സമയം, അതായത് നീ മരണത്തോട് വന്നിട്ട് നിന്റെ നഫ്സിന്, ആത്മാവിനെ നീ അഴിച്ചുവിടുകയും നിന്റെ മുഖം വിളറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് വതഖ്തലജു അഅ്ലാഉക്, നിന്റെ അവയവങ്ങളെല്ലാം ആകെ എന്താ പറയാ തണുത്തുറഞ്ഞു പോവുകയും ചെയ്യും. ഒത്തതുമായിനാക്ക, ആ സമയത്ത് നിന്റെ കണ്ണുനീരണിയുന്നുണ്ടായിരുന്നു. ഒമാലക്കിയതുൻ തസ്തതിവൻ തമുദ്ദഹ ഇലയ്യ, ആ സമയത്ത് നിന്റെ കയ്യിന് ഒന്ന് നീട്ടാനും, ലിതദ്ഫഅനി അൻക, എന്നെ അകറ്റാൻ, അതായത് ഞാൻ മരുന്ന് തരുന്ന എന്റെ കയ്യിനെ പിടിച്ചൊന്ന് അകറ്റി ഒന്ന് മാറ്റിവെക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ നിനക്ക് കൈ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ, കയ്യിന് ശക്തി ഉണ്ടായിരുന്നില്ല. വല ലിസാനൻ, അതുപോലെ നിനക്ക് ആ സമയത്ത് നാവുണ്ടായിരുന്നില്ല. ഫതസ്തതി അൻ തഷ്കു ഇലയ്യ മിറാറത്ത മാ തസൂഖ്, നീ ആ രുചിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിന്റെ കയ്പ് നീരിനെ കുറിച്ച് അവലാതി പറയാനുള്ള ഒരു നാവ് പോലും നിനക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ എനിക്ക് മരുന്ന് തന്നു, അതിന്റെ വേഗത്തിന് ആ സങ്കടം എപ്പോഴും ഞാൻ അവസാനമായിട്ട് ഞാൻ ഓർത്തുകൊണ്ടിരിക്കും. لقد كان خيرا لي ولك يا بني أن أكل إلى الله أمرك في شفائك ومرضك. لقد كان خيرا لي ولك, നിനക്കും നല്ലത് എന്തായിരുന്നു يا بني, يا മോനെ, أن أكل إلى الله أمرك في شفائك ومرضك, നിന്റെ രോഗശമനഘട്ടത്തിലും നിന്റെ രോഗാതുരതയിലും എല്ലാം കാര്യങ്ങളെല്ലാം അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. വഹയാതിക്കും മൗതിക്കും, നിന്റെ ജീവിതവും നിന്റെ മരണത്തിലുമെല്ലാം. വഅല്ല യകൂന ആഖിറ അഹദിക ബി യൗമ വിദാഇക ലിഹാദിഹി ദുനിയ തിൽകൽ ആലാം അല്ലതി കുൻതു ഉജശ്ശിമുക ഇയ്യാഹ, പിന്നെ എന്താവരുതായിരുന്നു വഅല്ല യകൂന ആഖിറ അഹദിക ബി യൗമ വിദാഇക, നിന്നെ യാത്ര അയച്ചിരുന്ന അവസാന സമയത്ത്, വഅല്ല യകൂന ആഖിറ അഹദിക ബി, ആഖിറ അഹദി ബി എന്ന് പറഞ്ഞാൽ ഞാനും നീയുമായിട്ടുണ്ടായിരുന്ന അവസാനത്തെ ആ ഒരു നിമിഷം, അവസാനത്തെ മുഹൂർത്തം, അതെന്താകുമായിരുന്നു, എന്താക എന്താ എന്താകരുതായിരുന്നു എന്നാണ് പറയുന്നത്. ലിഹാദി ദുന്യ, അതായത് നിന്നെ ഈ ദുനിയാവിനോട് വിട പറയുന്ന ഈ ഒരു സമയത്ത്, തിൽക്കൽ അലാം അല്ലതി കുന്തു ഉജശ്ശിമുക ഇയ്യാഹ, നിന്നെ ഞാൻ വളരെ നിർബന്ധിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് നിനക്ക് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വേദന, ആ ഒരു ഭാരം ഏൽപ്പിക്കുക, ഒരു പ്രയാസപ്പെടുത്തുന്ന വേദനകള് ആവരുതായിരുന്നു. ജഷമ എന്ന് പറഞ്ഞാൽ ഒരു ഭാരം ഉണ്ടാക്കുക, ഒരു പ്രയാസം ഉണ്ടാക്കുക, ഡിഫിക്കൽട്ടി ഉണ്ടാക്കുക. فلقد أصبحت أعتقد أنني كنت عونا للقضاء عليك. فلقد أصبحت أعتقد, ഞാനിപ്പോ വിശ്വസിച്ചു പോവാണ്, വിചാരിച്ചു പോവാണ്, أنني كنت عونا, ഞാനൊരു സഹായമായിരുന്നു للقضاء عليك, എന്റെ എന്താ പറയാ, എന്റെ മരണത്തിന് ഞാനൊരു സഹായമായോ എന്ന് പോലും ഞാൻ ആലോചിച്ചു പോവാണ്. وأن كأس المنية التي كان يحملها لك القدر في يده, وأن أن كأس المنية, മരണത്തിന്റെ ചഷകം, പാത്രം, التي كان يحملها لك,
അൽ ഖദർ ഫിയദിഹി, അതായത് വിധി, ആ വിധിയുടെ കൈകളിൽ നിനക്ക് വേണ്ടിയിട്ട് വഹിച്ചു കൊണ്ടുവന്നിരുന്ന ആ ഒരു പാത്രം, മരണത്തിന്റെ പാത്രം, മരണത്തിന്റെ ചഷകം, കസ് എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന കപ്പ്. ലന്തക്കുൻ അമർ മിതാക്കൻ ഫി ഫമിക്, അത് ആ ഒരു പാത്രത്തിലെ അല്ലെങ്കിൽ ആ ഒരു ചഷകത്തിലെ ആ ഒരു ഗ്ലാസ്സിലെ അത് നിനക്ക് കൂടുതൽ കയ്പുള്ളതായിരുന്നില്ല. ഫി ഫമിക മിൻ ഖാറൂറത്തി ദവാ ഇല്ലത്തി കുന്തു അഹ്മിലുഹാ ലക ഫി യദി, ആ സമയത്ത് നിനക്ക് ഞാൻ എന്റെ വായിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടി കൊണ്ട് എന്റെ കയ്യിലെടുത്തിരുന്ന ആ ഒരു മരുന്നിന്റെ കുപ്പിയിലെ കയ്പിനേക്കാളും കൂടുതൽ മധുരമൊന്നും ആ വിധി നിനക്ക് വേണ്ടി മരണത്തിന്റെ പാത്രവുമായി വന്നപ്പോ ആ മരണത്തിന്റെ പാത്രത്തിന് പോലും ഉണ്ടായിരുന്നില്ല. അതായത് എന്ന് പറഞ്ഞാല് എന്റെ കുട്ടിയുടെ പിതാവ് കുട്ടിയുടെ അവസാനത്തെ സമയത്ത് ഒരു മരു മരണത്തിനോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരുന്ന് കൊടുത്തതിന്റെ സങ്കടം, അതിന്റെ ഒരു വേദന, ആ ഒരു വിഷമം ആ പിതാവിന്റെ മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കുകയാണ്. എന്റെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പിതാവ്. മാ വസ് അസ്മജ വജഹൽ ഹയാതി മിൻ ബഅദിക യാ ബനീ, മാ അസ്മജ വജഹൽ, നിനക്ക് ശേഷം ഈ ജീവിതത്തിന്റെ മുഖം എത്ര വിരൂപമാണ്. അസ്മജ്, അസ്മജ് എന്ന് പറഞ്ഞാൽ അക്ബർ, പിൻപാദിക്കുന്നു. ഈ പോയതിനു ശേഷം ഈ ജീവിതത്തിന് എത്ര വിരൂപമായ മുഖമാണ്. എനിക്ക് ശേഷം എന്റെ കാഴ്ചയിൽ കാണുന്ന പ്രപഞ്ചത്തിന്റെ മുഴുവൻ ചിത്രവും വളരെ വികൃതമായിരിക്കുന്നു. മാ അക്ബഹ്, എന്തൊരു വൈരൂപ്യമാണ്. നീ ആ വീട് വിട്ടുപോയതിനു ശേഷം ഞാൻ ഈ താമസിക്കുന്ന വീടിന്റെ, ഈ ഒരു വീടിന് എത്ര ഇരുട്ടാണ്. എന്തൊരു ഇരുട്ടാണ്. അൽ ബൈത്ത് അല്ലി യസ്കുനു, ഞാൻ താമസിക്കുന്ന ഈ വീടിന്, അതായത് നീ വിട്ടുപോയതിനു ശേഷം വീടിന് എന്തൊരു ഇരുട്ടാണ്. നീ ആ വീടിന്റെ പല ഭാഗങ്ങളിലും ഒരു ഉദിക്കുന്ന സൂര്യനായിട്ടുണ്ടായിരുന്നു. നീ അതിൽ ഓരോന്നിനും വെളിച്ചം നൽകുകയായിരുന്നു. അമ്മല്ലോ, എന്നാൽ ഇന്ന് എന്റെ ചുറ്റുഭാഗം, എന്റെ ചുറ്റുവശങ്ങളിലുമുള്ള ഒന്നും തന്നെ എന്റെ കണ്ണിന് കാണാൻ പറ്റുന്നില്ല. അക്സറ മിമ്മാ തറ ഐനു ഖല്ലാന ഫീ ദുലുമാതി ഖബ്രിക്, നിന്റെ ഖബറിന്റെ ഇരുട്ടറകളില് നിന്റെ കണ്ണിന് കാണുന്നതിന്റെ അപ്പുറം എനിക്കൊന്നും ഈ വീട്ടിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ അതിലേറെ ഇരുട്ടായിട്ടാണ് എനിക്ക് കാണുന്നത്. ബക്കൽ ബാഖൂന വൽ ബാഖിയാതു അലൈക മാ ശാഉ വതഖജ്ജഉ, എല്ലാവരും കരഞ്ഞു. കരഞ്ഞിരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കരഞ്ഞു. വതഫജ്ജഉ, എല്ലാവരും കരയുകയും വേദനിക്കുകയൊക്കെ ചെയ്തു. ഹത്തസ്തൻഫദു മാ അശ്ഉഹുനിഹിം വലഅഫതു ഖുവാഹും മിൻ ഇഹ്തിമാലി അക്സരി മിമ്മ ഇഹ്തമലു, അങ്ങനെ ഹത്തസ്തൻഫദു മാ അശ്ഉഹുനിഹിം, അവരുടെ കാര്യങ്ങളുടെ അവസാനത്തെ സങ്കടവും അല്ലെങ്കിൽ അവസാനത്തെ കണ്ണുനീരും കഴിഞ്ഞതിന് ശേഷം, ഇസ്തംഫദ എന്ന് പറഞ്ഞാൽ പൂർത്തിയായതിനു ശേഷം, അശ്ഊനിഹി എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണീരിന്റെ അവസാനത്തുള്ളിയും കഴിഞ്ഞതിന് ശേഷം, വലഅഫതു ഖുവാഹും, അവരുടെ ശക്തിയെല്ലാം ചോർന്നു പോയതിനു ശേഷം, അൻഇഹ്തിമാലി അക്സരി മിമ്മ ഇഹ്തമലു, അവർക്ക് സാധിക്കുന്നതിനപ്പുറം അവർ സഹിച്ചതിന് ശേഷം, ലജഉ ഇലാ മലാജിഇഹിം, അവരെല്ലാവരും അവരുടെ കിടപ്പറകളിലേക്ക് പോയി. ഫസകനു ഇലൈഹ, അവരതിൽ ശാന്തമായി ഉറങ്ങാൻ തുടങ്ങി. വലം യബ്ഖ സാഹിറൻ ഫീ ദുൽമതി ഹാദൽ ലൈൽ, വലം യബ്ഖ സാഹിറൻ ഫീ ദുൽമതി ഹാദൽ ലൈലി വസുകൂനിഹി ഗൈറ ഐനൈനി ഖരീഹതൈനി, ഈ രാത്രിയുടെ ഇരുട്ടില്, അതിന്റെ ശാന്തതയില് ഉറക്കമൊഴിച്ചതായിട്ട് ആരുമില്ല. ഗൈറ ഐനൈനി ഖരീഹതൈനി, രണ്ട് കരങ്ങളല്ലാതെ. ഐന അബീക സാക്കിലൽ മിസ്കീൻ, പുത്രവേദനയില് വിഷമിച്ചിരിക്കുന്ന നിന്റെ പിതാവിന്റെ രണ്ട് കണ്ണ്. വഅൈനുൻ ഉഖ്റ അൻത തഅലമുഹ, മറ്റൊരു കണ്ണുകൂടിയുണ്ട്. അൻത തഅലമുഹ, നിനക്കറിയാം. ആ രണ്ട് കണ്ണുകളും ലഖദ് തഅല അലയ്യ ലൈലു ഹത്താ മലൽതു, ഈ രാത്രിക്ക് ദൈർഘ്യം കൂടിയിരിക്കുന്നു. ഹത്താ മലൽതുഹു, എനിക്ക് ആ രാത്രി മടുപ്പ് വരാൻ മാത്രം ഈ രാത്രിക്ക് ദൈർഘ്യം കൂടിയിരിക്കുന്നു. വലാകിന്നനി ലാ അസ്അലുല്ലാഹ അൻ യൻഫരിജ ലി സവാദഹു അൻ ബയാദിൻ നഹാർ, പക്ഷെ എന്നാൽ പോലും ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല, യൻഫരിജ ലി സവാദഹു അൻ ബയാദിൻ നഹാർ, ആ ഒരു രാത്രിയുടെ ഇരുട്ടിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് പകലിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു. കാരണം ലഅന്നൽ ഫജീഅ അല്ലതി ഫുജിഅതുഹാ ബിക യാ ബുനയ്യ ലം തബ്ക ബൈന ജംബയ്യ ബഖിയതൻ അഖ്വാ ബിഹാ അലാ റുഅയതി അസ്റൻ മിൻ ആസാരി ഹയാത്ത്, കാരണം ലഅന്നൽ ഫജീഅത അല്ലതി ഫുജിഅതുഹാ, കാരണം ഞാൻ അനുഭവിച്ചിട്ടുള്ള വേദന, നിന്നെ കൊണ്ട് ഞാൻ അനുഭവിച്ച ആ ഒരു വേദന, ലൻ തബ്ക ബൈന ജംബയ്യ ബഖിയതൻ, അതെന്റെ ഹൃദയങ്ങൾക്കിടയിൽ ഒരു അവശേഷിപ്പായിട്ട് നിൽക്കും, അതവിടെ തന്നെ ബാക്കിയാവും. അഖ്വാ ബിഹാ,
അത് കൂടുതൽ ശക്തമാകും അലാ റുഅ്യതി അസരിൻ മിൻ ആസാരി ഹയാതിക. നിന്റെ ജീവിതത്തിന്റെ അടയാളങ്ങളിൽ എന്തെങ്കിലും ഒരു അടയാളം ഞാൻ കാണുന്ന സന്ദർഭത്തിൽ ആ വേദന കുറച്ചുകൂടി ശക്തമാകും. ഫലൈത്തല്ലേ ലബാക്കിൻ. അതുകൊണ്ട് തന്നെ രാത്രി ഇവിടെ തന്നെ നിൽക്കട്ടെ. ഹത്താ ലാ അറാ വജ്ഹൻ നഹാർ. എനിക്ക് പകൽ വെളിച്ചം, പകലിന്റെ പകലിന്റെ പ്രഭാതം എനിക്ക് കാണാൻ പറ്റാത്ത വിധം എന്ന് പറഞ്ഞാൽ, പകലാകുമ്പോ നിന്റെ നീ ധരിച്ച വസ്ത്രങ്ങളെ, നീ കളിച്ച കളിപ്പാട്ടങ്ങളെ, നീ ഉറങ്ങിയ പിന്നെ വിരിപ്പും മെത്തയും നീ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വേദനയുടെ ആഴം കൂടും. അതുകൊണ്ട് നേരം പുലരരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ബല്ലൈ തന്നെ യുബിയു. പക്ഷെ അപ്പോഴും എന്നാൽ ഈ രാത്രിയുടെ ഇരുട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ബല്ലൈ തന്നെ യുബി. പക്ഷെ എന്നാലും രാത്രി ഒന്ന് വെളിച്ചം വെളിച്ചം വിതറിയിരുന്നെങ്കിൽ ഫഖദ് മൽതുഹാദുല്ലലാം. കാരണം എനിക്ക് ഇരുട്ട് മടുത്തു പോയി. ഇതിന് ഇത്രയും ദൈർഘ്യമാണ്. ദഫൻതു കല്യവുമയാ ബുനയ്യ. മോനെ, നിന്നെ ഞാൻ ഇന്ന് മണ്ണിൽ അടക്കം ചെയ്തു. ദഫൻതു അഹാക മിൻ ഖബ്ലിക്. നിനക്ക് മുമ്പ് നിന്റെ സഹോദരന്റെ, നിന്റെ ജ്യേഷ്ഠനെ ഞാൻ അടക്കം ചെയ്തു. ദഫൻതു മിൻ ഖബ്ലികുമാ അഖവൈകുമാ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് മുമ്പ് നിങ്ങളുടെ രണ്ടുപേരുടെയും രണ്ട് സഹോദരങ്ങളെയും ഞാൻ മണ്ണിലടക്കം ചെയ്തു. ആ പിതാവിന്റെ കരം കൊണ്ട് 4 മക്കളെയാണ് മണ്ണിലടക്കം ചെയ്തത്. ഫാനഫി കുല്ലിയവും അസ്തഖ്ബിലു സാഇറൻ ജദീദൻ. ആ സമയങ്ങളിലെല്ലാം എനിക്ക് പുതിയൊരു സന്ദർശകനെ സ്വീകരിക്കുന്നു. ഓദ്യ ഉദൈഫൻ റാഹിലൻ. അങ്ങനെ പറഞ്ഞ് അകന്നു പോകുന്ന ഒരു അതിഥിയെ ഞാൻ യാത്ര അയക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് അവർക്ക് പിന്നീട് പുതിയൊരു മകനെ, ഒരു സന്താനത്തെ അല്ലാഹു പ്രദാനം ചെയ്യുകയും ചെയ്യും. ഫയാലില്ലാഹില കൽബിൻ. അതുകൊണ്ട് ഫയാലില്ലാഹില കൽബിൻ ഖദ് ലാഖാ ഫൗക മാ തുലാഖിൽ ഖുലൂബ്. അതുകൊണ്ട് ഹൃദയങ്ങള് കണ്ടുമുട്ടുന്നതിനപ്പുറം കണ്ടുമുട്ടിയിട്ടുള്ള ഒരു ഹൃദയത്തിന് എല്ലാവിധ എന്താ പറയാ ആശ്വാസ വചനങ്ങളും. വഹ്തമല ഫൗക മാ തഹ്തമിലു മിൻ ഫവാദിഹിൽ ഖുതൂബ്. വളരെ പ്രയാസമേറിയിട്ടുള്ള, ദുരിതപൂർണമായിട്ടുള്ള ഘട്ടങ്ങളെ സഹിച്ചിട്ടുള്ള ആ ഹൃദയത്തിന് ഫയാലില്ലാഹില കൽബിൻ എന്ന് പറഞ്ഞാല് അതെന്തൊരു ഹൃദയമാണെന്നാണ് ചോദിക്കുന്നത്. ഒരു അത്ഭുതത്തിന്റെ ഒരു എക്സ്ക്ലമേഷൻ. ഫയാലില്ലാഹില കൽബിൻ, എന്തൊരു ഹൃദയമാണ് അത്. ഓരോ മറ്റു ഹൃദയങ്ങളൊന്നും കാണാൻ പറ്റാത്ത അത്രയും കണ്ടിട്ടുണ്ട്, അഭിമുഖീകരിച്ചിട്ടുണ്ട്. അഹ്തമല ഫൗക മാ തഹ്തമിൽ, അതിന് സാധ്യമാകുന്ന അത്രയും സഹിച്ചിട്ടുണ്ട്. മിൻ ഫവാദിൽ ഖുതൂബ് എന്ന് പറഞ്ഞാൽ വളരെ ദുരിതപൂർണമായിട്ടുള്ള അപകടങ്ങൾ അത് തരണം ചെയ്തിട്ടുണ്ട്. എന്റെ മക്കളെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ പറിച്ചു കൊണ്ടുപോയിരിക്കുന്നു. മിൻ കബിദി, എന്റെ കരളിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും കഷ്ണിച്ചു പോയിരിക്കുന്നു. ഫിൽദത്തൻ, അതിന്റെ ഓരോ കഷ്ണങ്ങളും നിങ്ങൾ ഓരോരുത്തർ പോകുമ്പോൾ എന്റെ കരളിന്റെ ഓരോ കഷ്ണങ്ങളാണ് പറിച്ചു പോയത്. ഫഅസ്ബഹത ഹാദിൽ കബദ് അൽ ഖറഖാ മിസകൻ. അതുകൊണ്ട് ഈ ഛിന്ന ഭിന്നമായിട്ടുള്ള ഈ കരളിപ്പോ ആകെ സ്കാറ്റേർഡ് ആയിട്ടുണ്ട്, ആകെ ചിതറിക്കിടക്കാണ്. മുബഅ്സറതൻ, ഇങ്ങനെ ചിതറിക്കിടക്കാണ്. ഫീ സവായൽ ഖുബൂർ, പല കബറിടങ്ങളുടെ മുക്കുമൂലകളിലെ എന്റെ കരള് ഛിന്ന ഭിന്നമായി അവിടെ ഇവിടേക്ക് കിടക്കാണ്. വലം യബ്ക ലീ മിൻഹാ ഇല്ലാ സിമാഉൻ ഖലീലുൻ ലഅഹ്സിബുഹു ബാഖിയൻ അല ദഹർ. ഇനി അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമാണ് ബാക്കിയുള്ളൂ. ലഅഹ്സിബുഹു ബാഖിയൻ അല ദഹർ, അത് എത്ര കാലം, അതിന് ഈ കാലത്ത് അതിജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വല അഹ്സിബു ദഹ്റ താരിഖഹു, എനിക്ക് കാലം അതിനെ ബാക്കി വെക്കുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ദൂന അയ്യുദഹബ ബിഹി കമാ ദഹബ ബി അഖവാതിഹി മിൻ ഖബൽ. ആ കരളിന്റെ ബാക്കിയുള്ള കഷ്ണങ്ങളെ എല്ലാം മുമ്പ് കൊണ്ടുപോയതുപോലെ തന്നെ കാലം അതിനെ കൊണ്ടുപോകാതെ ഇവിടെ ബാക്കി വെക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. ലിമാദ ദഹബ്തും യാ ബനിയ്യ ബഅദമാ ജീതും. നിങ്ങളൊക്കെ വന്നിട്ട് പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ പോയത്? വലിമാദ ജീതും ഇൻ കുൻതും തഅലമൂൻ അന്നകും ലാ തുഖൈമൂൻ. നിങ്ങളവിടെ ബാക്കി നിൽക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ എല്ലാവരും വന്നത്? ലൗലാ മജീഉകും മാ അസഫത് അലാ ഖൽബി യദീ മിൻകും. നിങ്ങളൊന്നും വന്നില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ചോർന്നു പോയതിന്റെ പേരിൽ ഞാൻ സങ്കടപ്പെടില്ലായിരുന്നു. കാരണം എനിക്ക് ശീലമായിട്ടില്ല. എന്റെ കയ്യിലില്ലാത്ത കാര്യങ്ങൾക്ക് പിന്നെ എത്തി നോക്കാനോ അല്ലെങ്കിൽ അതിനെ ആശിക്കാൻ. അതാണ് തംതദ്ദ ഐനി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കണ്ണു വെച്ച് ആശിച്ചു നിൽക്കാൻ. എനിക്ക് കിട്ടാത്തതിലേക്ക് ആശ വെക്കാൻ എനിക്ക് ശീലമായിട്ടില്ല. അങ്ങനത്തെ ഒരു ശീലം എനിക്കില്ലായിരുന്നു.
നിങ്ങൾ വന്നതുകൊണ്ട് എനിക്ക് ആഗ്രഹം കൂടിയതാണ്. ഓലോ അന്നക്കും ബക്കയത്തും, നിങ്ങൾ ഇവിടെ തന്നെ ശേഷിച്ച് ഇവിടെ തന്നെ ബാക്കി നിൽക്കുകയായിരുന്നെങ്കിൽ, ബാദമാജയത്തും, നിങ്ങൾ വന്നിട്ട് പോകാതെ ഇവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ, മാ തജറഅത ഹാദിഹിൽ കഅസിൽ മിർരിറ ഫീ സബീലിക്, മാ തജറഅതു ഹാദിഹിൽ കഅസിൽ മിർരിറ ഫീ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഈ കയ്പേറിയിട്ടുള്ള ഈ പാനപാത്രം ഞാൻ ആ, നുകരുമായിരുന്നില്ല. മാ തജറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് വെള്ളം കുടിക്കുന്നതിനാണ് തജറ എന്ന്. لقد كنت أرلى من الدهر في أمركم أن يتزحزح لي عن طريق التي أسير فيها. لقد كنت أرلى من الدهر. വിധിയെ, ദഹർ എന്ന് പറയുമ്പോൾ കാലമെന്നും വിധി എന്നൊക്കെയാണ്. ദൈവവിധി, ഡെസ്റ്റിനി. എനിക്ക് തൃപ്തി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലഖദ് കുന്തു അർല, ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു, ദഹർ ഫി അംരിക്കും, നിങ്ങളുടെ കാര്യത്തിൽ എന്തായിരുന്നെങ്കിലും ഞാൻ അതിൽ തൃപ്തനായിരുന്നു. അയ്യത് സഹ്സഹലി അൻ തുരീഖി അല്ലതി അസീറു ഫിഹാ, ഞാൻ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് പിന്നെ ആ വിധി പിന്നെ മാറി നിൽക്കുന്നതിന് എനിക്ക് സംതൃപ്തിയായിരുന്നു. അൻ യസ്വിയ വജ്ഹു അന്നി, എന്നിൽ നിന്ന് മുഖം ചൊളിച്ചു പോകുന്നതിനും എനിക്ക് സംതൃപ്തായിരുന്നു. ഫല അറാഹു വല യറാനി, അതായത് എന്നെ കാണാതെ അങ്ങോട്ട് തിരിഞ്ഞു പോവുമായിരുന്നെങ്കിൽ, ഫല അറാഹു വല യറാനി, ആ വിധി എന്നെയോ കാണാതെ, ഞാൻ ആ വിധിയെ കാണാതിരിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. വല യുഹ്സിൻ ഇലയ്യ വല യുസീ, എനിക്ക് എന്തെങ്കിലും നന്മ ചെയ്യേ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ദോഷമായിട്ട് എനിക്ക് ചെയ്യാതിരിക്കുകയോ ചെയ്ത് അങ്ങനെയൊക്കെ ആയാലും കുഴപ്പമില്ല. വല യതഖദ്ദമ ഇലയ്യ ബിഖൈറിൻ വല ശർറിൻ, എൻ്റെ അടുത്തേക്ക് ഒരു നന്മ കൊണ്ടും വരേണ്ട, ഒരു തിന്മ കൊണ്ടും വരാതിരിക്കുകയായിരുന്നെങ്കിൽ, വല യതറാഅ ലി മുബ്തസിമൻ വല മുഖദ്ദിബൻ, വല യതറാഅ ലി, എന്റെ മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെടാതിരുന്നെങ്കിൽ, മുബ്തസിമൻ ചിരിച്ചുകൊണ്ടോ, വല മുഖദ്ദിബൻ അല്ലെങ്കിൽ മുഖം ചുളിച്ചുകൊണ്ടോ, ഒന്നും, വല ലാഹികൻ വല ബാക്കിയൻ കരഞ്ഞുകൊണ്ടോ ചിരിച്ചുകൊണ്ടോ, ലൗ അന്നഹു റളിയ മിന്നി ബിദാലിക്, ആ കാലവും എന്റെ വിഷയത്തില് ഇത്തരം കാര്യങ്ങളിലൊന്നും തൃപ്തിപ്പെട്ടിരുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ എന്റെ കാര്യത്തിൽ മൈൻഡ് ആക്കാതെ ശ്രദ്ധിക്കാതെ ആ കാലത്തിന്റെ പാട്ടിന് പോവുമായിരുന്നെങ്കിൽ എനിക്കും സമാധാനമായിരുന്നു. പക്ഷേ لكنه كان أزكى قلبا وأنفذ بصرا من أن يفوته العلم بأنني ما كنت أبكي على النعمة لو لم تكن في يدي، وما كنت أجد مرارة فقدانها لو لم أذق حلاوة وجدانها، وكان لا بد له أن يجري في سنة الشقاء التي أخذ على نفسه أمام الله أن يجريها بين عباده. പക്ഷേ لكنه كان أزكى قلبا, പക്ഷേ ആ കാലം അല്ലെങ്കിൽ വിധി അത് വളരെ മൂർച്ചയേറിയ ഹൃദയമുള്ള, എന്ന് പറഞ്ഞാൽ കൂടുതൽ വളരെ ശക്തമായിട്ടുള്ള, അസ്ക കൽബൻ, വളരെ മൂർച്ചയേറിയ ഹൃദയം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്മാർട്ട് ആയിട്ടുള്ള ഹൃദയം എന്നുള്ള അർത്ഥത്തിൽ, അൻഫദ ബസ്വറൻ, വളരെ ശക്തമായ കാഴ്ചയുള്ള ഇതായിരുന്നു. മിൻ അൻ യഫൂതഹു അൽ ഇൽം, അതിന്റെ മുന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മാത്രം കൂടുതൽ കാഴ്ചശേഷിയും കൂടുതൽ ശ്രദ്ധയും ഉണ്ടായിരുന്നു. എന്തിന്? ബിഅന്നനി മാ കുന്തു അബ്കി അല നിഅമതി, ഞാൻ മാ കുന്തു അബ്കി, ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അല നിഅമതി ലൗ ലം തകുൻ ഫി യദി, ഒരു അനുഗ്രഹം എന്റെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ, അതായത് എന്റെ കയ്യിൽ വന്നു ചേരാത്ത ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ കരഞ്ഞിട്ടില്ലായിരുന്നു എന്ന കാര്യം അതിനറിയാം. ഒമ കുന്തു അജ്ദു മിറാറത ഫഖ്ദാനിഹ, അതേപോലെ തന്നെ ഞാൻ ആ നഷ്ടബോധത്തിന്റെ കയ്പ് നീര് ഞാൻ അനുഭവിക്കുമായിരുന്നില്ല എന്നും. ലൗലം അസുഖ ഹലാവത്ത വിജ്ദാനിഹ, അതിന്റെ ലഭ്യതയുടെ മാധുര്യം, അത് കിട്ടിയിട്ടുള്ള ഒരു മാധുര്യം, അതിന്റെ ആസ്വാദനവും ഞാൻ അനുഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ട് അതിന്റെ പിന്നെ മാധുര്യം അനുഭവിച്ചിട്ടില്ലെങ്കിൽ എനിക്കത് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കയ്പ് രുചിയെ കുറിച്ച് എനിക്ക് വേവലാതിയില്ല. കാരണം കിട്ടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ആശിക്കുന്നു അല്ലെങ്കിൽ അതിൽ ആഗ്രഹം വെച്ചിരിക്കുന്നുമില്ല. എന്റെ വിധിക്കറിയാം, എന്റെ കാലത്തിനറിയാം. കാനലാ ബുദ്ധലഹു ഐജുരിയ, അതുകൊണ്ട് തന്നെ കാലത്തിനൊരു വാശിയുണ്ടായിരുന്നു. കാനലാ ബുദ്ധലഹു അയ്യുജിരിയ ഫി അസുന്നത ഷക, ആ ദുരിതത്തിന്റെ സാധാരണ നിർവഹിക്കുന്ന ചര്യ എല്ലാവരിലും നടപ്പിലാക്കുന്നത് പോലെ എന്നിലും നടപ്പിലാക്കാൻ അതിനൊരു വാശി ഉണ്ടായിരുന്നു. കാനലാ ബുദ്ധലഹു അല്ലതി അഖ്ദ അലാ നഫ്സിഹി, അഖ്ദ അലാ നഫ്സി എന്ന് പറയാൻ അത് തീരുമാനിച്ച് അല്ലെങ്കിൽ സത്യം പറഞ്ഞ് ചെയ്ത്, അമാമല്ലാഹി, അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് ആ കാലം നിർവഹിച്ചിട്ടുള്ള ആ സത്യത്തെ എന്നിലും നടപ്പിലാക്കണമെന്ന്, യുജ്രിയഹ ബൈന ഇബാദിഹി, അടിമകളിൽ എല്ലാവരിലും നടപ്പിലാക്കാൻ ആ ദുരിതം കൊണ്ടുവരണമെന്ന് അവൻ പിന്നെ പ്രതിജ്ഞ എടുത്തത് എന്നിലും നടപ്പിലാക്കാൻ കാലം ഉറച്ച മട്ടിലായിരുന്നു.
ഫലമ്മ അജ്സ അൻ യദ്ഖുല ഇലയ്യ മിൻ ബാബി ഇത്തിബാ. അതുകൊണ്ട് ഒരു മോഹത്തിന്റെ, ഒരു ആഗ്രഹത്തിന്റെ വഴിയിലൂടെ എന്നിലേക്ക് കടന്നു വരാനും കാലത്തിന് കഴിയാതായപ്പോൾ, ഫലമ്മ അജ്സ അൻ, അജ്സ എന്ന് പറഞ്ഞാൽ ശക്തമായ പെയ്യ, അതായത് എനിക്ക് ആഗ്രഹങ്ങൾ, തമഴില്ല, അതിമോഹവും മോഹങ്ങളും ആഗ്രഹങ്ങളും ഒന്നുമില്ല. ദഖല ഇലയ്യ മിൻ ബാബിൽ അമൽ. അപ്പോ തമഴ് എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള മോഹങ്ങളാണ്. അപ്പോ എന്റെ അടുത്തേക്ക് വന്നത് മിൻ ബാബിൽ അമൽ, പ്രതീക്ഷയുടെ വഴിയിലൂടെയാണ്. ഫഹുവ യംനഹ്നി മിൻഹ, എനിക്ക് ഒരു ഔദാര്യം നൽകുന്നു. ഫഅഗ്തബിതു ബിഹാ ഹഖ്ബത്തൻ, അങ്ങനെ കുറച്ചു കാലം, ഹഖ്ബത്തൻ മിന ദഹർ, കുറച്ചു കാലത്തേക്ക് ഞാൻ അതുകൊണ്ട് വളരെ സന്തോഷിച്ച് ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നു. ഹത്താ ഇദാ അലിം, അങ്ങനെ കാലം മനസ്സിലാക്കുന്നു, അന്ന ബിസ്റത്തൽ അമൽ അല്ലദീ ഗറസഹ ഫീ നഫ്സി, എന്റെ മനസ്സിൽ അത് പാകിയിട്ടുള്ള, വിതച്ചിട്ടുള്ള ആ പ്രതീക്ഷയുടെ വിത്ത്, കദിനമത്, അത് വളർന്നിട്ടുണ്ട്, അസ്ഹറത്ത്, അത് പുഷ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, അന്നരീ കദിസ്തഅബ്ദു തഅമൻ നിഅമത്തി അല്ലതി ആതാനി, ആ കാലം എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തിന്റെ രുചി ഞാൻ വളരെ ആസ്വദിച്ചു, അത് മനോഹരമായിട്ട് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് എന്ന് കാലം തിരിച്ചറിഞ്ഞപ്പോ, കറ അലയ്യ, എന്റെ മേൽ ചാടി വീണു. ഫന്തസഅഹാ മിൻ യദി, എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് ഇത് പറിച്ച് തട്ടിപ്പറിച്ചെടുത്തു. അൻ അമ്മ അകൂനു ബിഹ, ഞാന് പിന്നെ എന്താ പറയാ, ഫന്തസഅഹാ മിൻ യദി അൻ അമ്മ അകൂനു ബിഹ, ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കേണ്ട, അനുഗ്രഹപൂരിതമായിരിക്കേണ്ട ആ വസ്തു എന്നിൽ നിന്നും തട്ടിയെടുത്തു. കമാ തുൻദസഉൽ കൗസുൽ ബാരിദ മിൻ യദിൽ ളാമിൽ ഹൈമാൻ, ദാഹിച്ച് വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് തണുത്ത വെള്ളത്തിന്റെ ഗ്ലാസ് തട്ടിയെടുക്കുന്നത് പോലെ, ലിയഅലമ വഖഉസ്സഹ്മി ഫീ കബ്ദി, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എന്റെ കരളിലെ ആ ശരത്തിന്റെ, അസ്ത്രത്തിന്റെ പതിക്കലിന് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ശക്തി കൂട്ടാൻ വേണ്ടി. ലിയഅലമ വഖഉസ്സഹ്ം എന്ന് പറഞ്ഞാൽ അതിന്റെ പതനം, അല്ലെങ്കിൽ അത് വന്ന് വീഴുന്ന ആ ഒരു ആഘാതം, അത് ശക്തമാവാൻ വേണ്ടിയിട്ട്. വയഫ്ദഹ് സൽബൻ നിഅമതി മിൻ യദി, എന്റെ കയ്യിൽ നിന്ന് ആ അനുഗ്രഹം കവർന്നെടുക്കുന്നത് വളരെ തീവ്രമാവാൻ വേണ്ടി. ഫതഹ് എന്ന് പറഞ്ഞാൽ അത് ഫതഹ് വളരെ തീവ്രമായ, ഡീപ്പായിട്ടുള്ള, ആഴത്തിലാവാൻ വേണ്ടി. വലൗലാ ദാലിക മാ നാല മിന്നി മലാല, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അവനക്ക് എന്നിൽ നിന്നൊന്നും നേടാൻ പറ്റില്ലായിരുന്നു. അതായത് കാലത്തിന് എന്നിൽ നിന്നും എനിക്ക് കിട്ടാത്തൊരു കാര്യത്തെ കുറിച്ച് എനിക്ക് അത് എനിക്ക് തന്നില്ല എന്ന് വിചാരിച്ച് എനിക്ക് സങ്കടപ്പെടാൻ പറ്റില്ല. അപ്പൊ എനിക്ക് സങ്കടം ഉണ്ടാക്കുക എന്നുള്ളത് കാലത്തിന്റെ ആവശ്യമായിരുന്നു. വല വജദൽ ഇലയ്യ സബീല, അപ്പൊ എനിക്ക് എന്റെ അടുക്കലേക്ക് കടന്നു വരാൻ കാലത്തിനൊരു മാർഗവും കിട്ടില്ലായിരുന്നു. യാ ബനൈ യാ ബനിയ ഇന്ന ഖദ്ദറല്ലാഹ് ഇൻ ഖദ്ദറല്ലാഹു ലക്കും അൻ തതലാഖൗ ഫീ റൗളത്തിൻ മിൻ റിയാദിൽ ജന്ന. അതുകൊണ്ട് മക്കളെ, മരിച്ച മക്കളെ അഭിസംബോധന ചെയ്യാണ്. ഇൻ ഖദ്ദറല്ലാഹു ലക്കും അൻ തതലാഖൗ ഫീ റൗളത്തിൻ മിൻ റിയാദിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗീയ ഉദ്യാനങ്ങളിൽ ഏതെങ്കിലും ഒരു ഉദ്യാനത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടാൻ അള്ളാഹു വിധിയാക്കിയിട്ടുണ്ടെങ്കിൽ, ഓ അല അശ്നാത്തി ഇന്ന ഗദീരിൻ മിൻ ഖുദ്റാനിഹ, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു അരുവിയുടെ തീരങ്ങളിൽ എവിടെയെങ്കിലും കണ്ടുമുട്ടുന്നുണ്ടെങ്കിൽ, ഔ തഹ്ത ളിലാല ഖസ്രി മിൻ ഖുസുരി, അല്ലെങ്കിൽ ആ സ്വർഗത്തിലെ കൊട്ടാരങ്ങളുടെ ഏതെങ്കിലും ഒരു കൊട്ടാരത്തിന്റെ തണലിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ, ഫദ്കുറൂനി മിസ്ല മാ അസ്കുറുക്കും, ഞാൻ നിങ്ങളെ എന്ന് ഓർക്കുന്നത് പോലെ നിങ്ങൾ എന്നെയും ഓർക്കണം. വഖിഫൂ ബൈന യദൈ റബ്ബിക്കും സഫൻ വാഹിദ, നിങ്ങളുടെ രക്ഷിതാവിന്റെ മുമ്പിൽ നിങ്ങൾ ഒരു വരിയായിട്ട് നിൽക്കണം. കമാ യഖിഫു ബൈന യദൈഹിൽ മുസല്ലൂൻ, നിസ്കരിക്കുന്ന ആളുകള് വരിയായിട്ട് നിൽക്കുന്നത് പോലെ. വമദ്ദു ഇലൈഹി അകുഫക്കും അസ്സഗീറ, നിങ്ങളുടെ ചെറിയ കൈകള്, ആ കുഞ്ഞു കൈകൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തണം. കമാ യബ്ദു ഹസ്സായിലൂൻ, പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ ഉയർത്തുന്നത് പോലെ. വഖൂലു ലഹു, എന്നിട്ട് നിങ്ങൾ ദൈവത്തോട്, റബ്ബിനോട്, രക്ഷിതാവിനോട് പറയണം, അല്ലാഹുമ്മ ഇന്നക തഅലം, ദൈവമേ, അള്ളാഹുവേ നിനക്കറിയാം, ഇന്ന ഹാദർ റജുലൽ മിസ്കീൻ കാന യുഹിബ്ബുനാ വകുന്നാ നുഹിബ്ബു, ഈ പാവ മനുഷ്യൻ ഞങ്ങളെ സ്നേഹിച്ചിരുന്നു, ഞങ്ങൾ അദ്ദേഹത്തെയും സ്നേഹിച്ചിരുന്നു. വഖദ് ഫറഖത്തിൽ അയ്യാമു ബൈനനാ വബൈനഹു ഫഹുവ ലാ യസാലു യുലാഖി മിൻ ബഅദിനാ മിൻ ശഖാഇൽ ഹയാതി വബഅസാഇഹാ മാ ലാ ത്വാഖത ലഹു ബിഇഹ്തിമാലിഹി ولا نزال نجد بين جوانحنا من الوجد به والحنين إليه ما ينغص علينا هناء هذه النعمة التي ننعم بها في جوارك بين سمعك وبصرك وأنت أرحم بنا وبه من أن تعذبنا عذابا كثيرا فإما أن تأخذنا إليه أو أو تأتي به إلينا. ഇതാണ് അവരുടെ ഈ ഒരു പ്രാർത്ഥനകൾ. എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഇന്നക തഅലമു അന്ന ഹാദ റജുല മിസ്കീൻ കാന യുഹിബ്ബുനാ വകുന്നാ നുഹിബ്ബു, ഈ പാവ മനുഷ്യൻ ഞങ്ങളെ സ്നേഹിച്ചിരുന്നു, അളവറ്റ് സ്നേഹിച്ചിരുന്നു, ഞങ്ങൾ ആ മനുഷ്യനെയും സ്നേഹിച്ചിരുന്നു. വഖദ് ഫറഖത്തിൽ അയ്യാമു ബൈനനാ വബൈനഹു, കാലം ഞങ്ങളെയും അദ്ദേഹത്തെയും വേർപ്പെടുത്തി.
فهو لا يزال يلاقي من بعدنا من الشقاء من شقاء الحياة. ഞങ്ങൾക്ക് ശേഷം അയാൾ ഇപ്പോഴും ജീവിതത്തിന്റെ ദുരിതങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വബഅ്സാഇഹ, അതിന്റെ പ്രയാസങ്ങളെയും. മാലാ ത്വാഖത ലഹു ബിഇഹ്തിമാലിഹി, അത് അയാൾക്ക് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. വലാ നസാലു നജ്ദു ബൈന ജവാനിഹിനാ മിനൽ വിജ്ദി ബിഹി, ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അദ്ദേഹത്തോടുള്ള ആ, സ്നേഹം നിലനിർത്തുന്നുണ്ട്. വലാ നസാലു നജ്ദ്, ഇപ്പോഴും ഞങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട്. ബൈന ജവാനിഹിന, ജവാനിഹ് എന്ന് പറഞ്ഞാല് ഹൃദയങ്ങൾ. മിനൽ വിജ്ദ്, വിജ്ദ് എന്ന് പറഞ്ഞാല് മഹബത്ത്. വൽ ഹനീൻ ഇലൈഹി, ആ മനുഷ്യനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് നടക്കുകയാണ്. മാ യുനഗിസു അലൈന, ആ ആഗ്രഹവും ഞങ്ങളെ ആളോടുള്ള അദ്ദേഹത്തോടുള്ള സ്നേഹമൊക്കെ ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. യുനഗിസു അലൈന ഹാദിഹി നിഅമ, ഈ അനുഗ്രഹങ്ങളുടെ ആശ്വാസത്തെ, അതിന്റെ സുഖത്തെ അത് കെടുത്തിക്കളയുന്നു. നഗസ എന്ന് പറഞ്ഞാല്, നഗീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ശോഭ കെടുത്തുന്നു, അതിന്റെ അത് ഒരു എന്താ പറയാ, കഴുത്തില് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാണ് അത് പറയുന്നത് റോസ് എന്ന് പറയുന്നത്. അല്ലാതെ ബിഹാ ഫി ജിവാരിക ബൈന സമഇക വബസരിക, നിന്റെ സവിധത്തില്, നിന്റെ മുഖതാവില് ആണ്. സമഇക വബസരിക എന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പില്, നിന്റെ മുഖതാവിന്റെ എന്ന് പറഞ്ഞാല് നിന്റെ മുമ്പില്, എന്റെ സാന്നിധ്യത്തില് ഞങ്ങൾ ഈ അനുഗ്രഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ സുഖം, അതിന്റെ ആസ്വാദനം, ആസ്വാ അതിന്റെ ആശ്വാസകരമായിട്ടുള്ള അവസ്ഥയൊക്കെ ഇല്ലാതാക്കി കളയാണ്. വഅൻത അർഹം ബിനാ വബിഹി, നീ ഞങ്ങൾക്കും അദ്ദേഹത്തിനുമൊക്കെ നന്നായിട്ട് കരുണ കാണിക്കുന്നവനാണ്. എന്ത് അൻ തുഅദ്ദിബന അദാബൻ കസീറ, ഇനിയും കൂടുതൽ ഞങ്ങൾക്ക് പ്രയാസങ്ങളും പീഡനങ്ങളും ഏൽപ്പിക്കാതിരിക്കാൻ മാത്രം നീ ഏറ്റവും വലിയ കാരുണ്യവാനാണ്. ഫഇമ്മ അൻ തഖുദന ഇലൈഹി ഔ തഅതി ബിഹി ഇലൈന, ഒന്നെങ്കിൽ നീ ഞങ്ങളെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങളുടെ അടുക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് ഞങ്ങളൊന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പറയണം. ഇല്ല എന്ന് മാത്രല്ല, ബല്ല തത്ലുബു മിൻഹു ഇല്ല യഅ്തിബിയിലേക്കും, അല്ല നിങ്ങൾ എത്ര ചോദിച്ചാൽ മതി, നിങ്ങൾ അദ്ദേഹത്തെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ, അതായത് എന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി. ഫഇന്നൽ ഹയാത്തല്ലതി കറഹ്തുഹാ ലിനഫ്സി ലാ അർളാഹ ലക്കും, കാരണം എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ജീവിതം ഞാൻ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നില്ല. അതായത് ഇവിടെ ഈ ദുനിയാവിലെ, ഈ ഭൂമിയിലെ ജീവിതം എനിക്ക് അത്ര സംതൃപ്തിയായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് അത് നിങ്ങൾക്കും വേണ്ട. ഫഅസ അൻ യസ്തജീബ അല്ലാഹു മിൻ ദുആഇക്കും, അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചേക്കാം. മാലം യസ്തജീബ് മിൻ ദുആഇ, എന്റെ പ്രാർത്ഥന സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അല്ലാഹു സ്വീകരിച്ചേക്കാം. ഫയർഫഉ ഹാദ സിതാർ അൽ മുസ്ബൽ ബൈനി വബൈനക്കും, അപ്പോൾ നമുക്കിടയിൽ ഈ വിരിച്ചു വെച്ചിട്ടുള്ള ഈ മറ, അതങ്ങനെ അല്ലാഹു ഉയർത്തിക്കളയും. ഫനൽതഖി കമാ കുന്നാ, അപ്പൊ നമ്മൾ മുമ്പ് കണ്ടിരുന്നത് പോലെ നമുക്ക് വീണ്ടും ഒന്ന് സംഗമിക്കാം, നമുക്ക് കണ്ടുമുട്ടാം. വലിയ വലിയ പ്രതീക്ഷയോട് ഒരു മക്കൾ നഷ്ടപ്പെട്ടു പോയ ഒരു പിതാവിന്റെ സങ്കടം ആ അവസാന നിമിഷത്തില് മരണത്തോട് മല്ലിട്ടെടുക്കുന്ന സമയത്ത് വായിലേക്ക് മരുന്നെറ്റിച്ച് നീര് അനുഭവിപ്പിക്കേണ്ടി വന്ന ആ ഒരു പിതാവിന്റെ അവസാനത്തെ, ഒരിക്കലും ജീവിതത്തിൽ വിട്ടുമാറാതെ നിൽക്കുന്ന ആ ഒരു സങ്കടം, അതൊക്കെയാണ് ഈ കവിതയുടെ ഇതിവൃത്തമായിട്ട് നമ്മൾ വായിച്ചത്. വളരെ സങ്കടപ്പെടുത്തുന്ന ഈ അംഫലൂത്തിയുടെ ഒരു പ്രത്യേകത തന്നെ ഇതുപോലെ സങ്കടങ്ങളും വേദനകളും മനസ്സിൽ കീറി മുറിക്കുന്ന കഥകളൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഓരോ കഥകളും. അപ്പോൾ അതുപോലെ തന്നെ ഉള്ള ഒരു കഥയാണ് നമ്മളിപ്പോ ഇവിടെ വായിച്ച നിങ്ങള് ഈ കഥ അത് ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കഥയുടെ ഉള്ളടക്കത്തിന്റെ അപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഭാഷയുടെ ശൈലി ഒരു മോഡേൺ അറബിക് ലിറ്ററേച്ചറിന്റെ, അറബി ഭാഷ സാഹിത്യത്തിന്റെ നവോത്ഥാന ഘട്ടത്തിന്റെ അതൊരു തുടക്കത്തിലെ ഒരു എഴുത്തുകാരനാണ് അബ്ദുൽ. ആ ഒരു കാലഘട്ടത്തിന്റെ എഴുത്തിന്റെ ശൈലിയും ഭാഷാ പ്രയോഗങ്ങളും അതിന്റെ സൗകുമാര്യതയും ആ ഒരു കാൽപ്പനികതയും ഒക്കെ നമുക്ക് ഈ ഒരു കഥയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ അദ്ദേഹത്തിന്റെ കഥകൾ വായിക്കുകയും അദ്ദേഹത്തിന്റെ രചനാശൈലിയും മറ്റും കൂടുതൽ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. ഏതായാലും നമുക്ക് തൽക്കാലം നോക്കി ഒരു കഥയുടെ കൺക്ലൂഡ് ചെയ്യാം. شكرا لكم على حسن استماعكم ومتابعتكم، ونلتقي في درس جديد، وشكرا مرة أخرى. السلام عليكم ورحمة الله تعالى وبركاته.